Hi students, in chemistry we have already learned the first chapter, periodic table and electronic configuration, and in today's class we are going to start our second chapter, gas laws and mole concept. ചാപ്റ്ററിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഗ്യാസ് ലോസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മോൾ കോൺസെപ്റ്റ്. ഗ്യാസ് ലോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്യാസുകളെ സംബന്ധിച്ചിട്ടുള്ള ലോസ് ആണ്. അതേപോലെ രണ്ടാമത് പഠിക്കാനുള്ളത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയൊരു ടോപ്പിക്കാണ് എ ന്യൂ കോൺസെപ്റ്റ് വിച്ച് ഈസ് മോൾ കോൺസെപ്റ്റ്. ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം ഗ്യാസ് ലോസ് എന്താണ് എന്ന് പഠിച്ച ശേഷം മോൾ കോൺസെപ്റ്റിലേക്ക് പോകാം. ഗ്യാസ് ലോസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഗ്യാസസ് എന്താണെന്ന് അറിയണം. In class 8 we have already studied there are three states of matter: solid, liquid and gas. അപ്പോൾ മാറ്ററിൻ്റെ തേർഡ് സ്റ്റേറ്റ് ആണ് gaseous state എന്ന് പറയുന്നത്. So let's see which are the characteristic properties of gases. Let's see the first property. Each gas contains numerous minute molecules. ഓരോ ഗ്യാസും നമുക്കറിയാം മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണെന്നല്ലേ. സോ ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. നമ്മൾ ഏത് ഗ്യാസ് എടുക്കുകയാണെങ്കിലും അത് ഉണ്ടായിരിക്കുന്നത് വളരെയധികം ചെറിയ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് എ ഗ്യാസ്, ദ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾസ് ഈസ് വെരി ലെസ്. ഒരു ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയം കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ വോളിയം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെ ചെറുതായിരിക്കും. കാരണം ഗ്യാസ് വളരെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയൊരു വാസ്റ്റ് വോളിയം ഓഫ് ഗ്യാസ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ വോളിയം എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും. തേർഡ് പോയിൻറ്റ്, ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻസ്. ഗ്യാഷ്യസ് സ്റ്റേറ്റ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ള ഒരു സ്റ്റേറ്റാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾസ് ഒരിക്കലും അടങ്ങിയിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ദേ വിൽ നോട്ട് ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അവരെപ്പോഴും എന്ത് ചെയ്യായിരിക്കും? കോൺസ്റ്റൻറ്റ് മൂവ്മെൻറ്റിലായിരിക്കും. ആ മൂവ്മെൻറ്റിന് പ്രത്യേകത ഉണ്ട്. ദേ ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. അവർ വളരെ വേഗത്തിൽ അവിടേക്ക് ഇവിടേക്കൊക്കെ റാൻഡമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതും പ്രത്യേകിച്ച് ഡയറക്ഷനൊന്നുമില്ല. ഒരു ബ്രൗണിയൻ മോഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഇവിടേക്കൊക്കെ റാപ്പിഡ് റാൻഡം മോഷനിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന പിക്ചറിലേക്ക് നോക്കുക. ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് അടച്ചിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അത് തന്നെ ചിത്രം സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഒരിക്കലും എന്തല്ല, ദേ ആർ നോട്ട് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ദേ ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻസ്. പല പല ഡയറക്ഷനിലേക്ക് റാപ്പിഡും റാൻഡവുമായ മോഷനിലായിരിക്കും എപ്പോഴും ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവുക. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി. ആസ് എ റിസൾട്ട് ഓഫ് ദ റാൻഡം മോഷൻ ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ്, ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് കെപ്റ്റ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഗ്യാസ് മോളിക്യൂൾസ് ഒരിക്കലും റെസ്റ്റിലായിരിക്കില്ല, എപ്പോഴും റാൻഡം മോഷനിലായിരിക്കും. അവിടേക്ക് ഇവിടേക്കൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി എന്തായാലും ആ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടികൾ ഉണ്ടാവുമല്ലോ. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിക്കുന്നു. രണ്ട് രീതിയിലുള്ള കൂട്ടിയിടികളാണ് ഉണ്ടാവുക. ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൂട്ടിയിടിക്കുന്നു. അതേപോലെ ദേ വിൽ ഓൾസോ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അവരടച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ വാൾസിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? കൊളൈഡ് ചെയ്യുന്നുണ്ട്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദ റാൻഡം മോഷൻ ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ്, they collide with each other and also with the walls of the container. This collision with the walls account for the pressure of a gas. ഈ കൊളിഷൻ കാരണമാണ് ഗ്യാസിന് പ്രഷർ ഉണ്ട് എന്ന് പറയുന്നത്. We know pressure is force applied per unit area. ഗ്യാസ് മോളിക്യൂൾസ് എന്തായാലും കണ്ടെയ്നറിൻ്റെ വാൾസിൻ്റെ മുകളിൽ വന്നിട്ട് കൊളൈഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂൾസ് വാൾസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഒരു യൂണിറ്റ് ഏരിയയിൽ
എത്ര ഗ്യാസ് മോളിക്യൂൾസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ the force exerted by the gas molecules in a unit area on the walls of the container is called pressure. ഇതിനെയാണ് ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. Let's see the next point. As the collision of molecules are perfectly elastic in nature, there is no loss of energy. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണല്ലോ എന്ത്, ഗ്യാസ് മോളിക്യൂൾസ് ഒരിക്കലും നിൽക്കാതെ എന്ത് ചെയ്യാണ്, കൊളൈഡ് ചെയ്യുന്നുണ്ട്, റാൻഡമായിട്ട് റാപ്പിഡായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അല്ലേ. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ കുറേ ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്യാണ്, പരസ്പരം റാപ്പിഡ് ആൻഡ് റാൻഡം മോഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയും കൂട്ടിയിടിയൊക്കെ നടക്കുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം വരും, അല്ലെങ്കിൽ എനർജി ലോസ് വരും, നമ്മൾ റെസ്റ്റ് എടുക്കും. പക്ഷേ ഗ്യാസ് മോളിക്യൂൾസ് ഒരിക്കലും റെസ്റ്റിലേക്ക് പോകുന്നില്ല. കാരണം ദ കൊളിഷൻ ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഈസ് നോ ലോസ് ഇൻ എനർജി. എത്ര തവണ കൂട്ടിയിടിച്ചാലും ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എനർജി ലോസ് ചെയ്യുന്നില്ല. സച്ച് കൊളിഷൻ ഇൻ വിച്ച് ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി ഈസ് കോൾഡ് ഇലാസ്റ്റിക് കൊളിഷൻ. സോ ദ കൊളിഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ഈസ് perfectly elastic in nature, so there is no loss of energy. And with the last point, there is no attraction between the gas molecules and with the walls of the container. ഗ്യാസ് മോളിക്യൂൾസും കണ്ടെയ്നറിൻ്റെ വാൾസും തമ്മിൽ യാതൊരുവിധ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല. നമുക്കറിയാം, വാട്ടർ മോളിക്യൂൾസ് ആണെങ്കിൽ അടച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ വാൾസിലൊക്കെ വാട്ടർ മോളിക്യൂൾസ് പറ്റി പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ അഡീഷൻ എന്നൊക്കെ കഴിഞ്ഞ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കേസ് കുറച്ച് ഡിഫറൻ്റ് ആണ്. ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. എത്ര തവണ കൂട്ടിയിടിച്ച് പോയാലും വാൾസിൻ്റെ മുകളിൽ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യില്ല, പറ്റി പിടിക്കുകയില്ല. സോ ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഈസ് വെരി ലോ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. സോ ദീസ് ആർ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഗ്യാസസിൻ്റെ 3 പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് വോളിയം ഓഫ് എ ഗ്യാസ്, സെക്കൻഡ് വൺ ഈസ് പ്രഷർ ഓഫ് എ ഗ്യാസ്, ആൻഡ് തേർഡ് വൺ ഈസ് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്. സോ ഫസ്റ്റ് വി ക്യാൻ സീ വാട്ട് ഡു വി മീൻ ബൈ ദ വോളിയം ഓഫ് എ ഗ്യാസ്. ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദർ ഇസ് എ പിക്ചർ ഷോൺ ഓൺ ദ സ്ക്രീൻ. ആ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, 2 കണ്ടെയ്നേഴ്സ് അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. 2 ബോക്സുകളെ കാണിച്ചിരിക്കുന്നത് 2 കണ്ടെയ്നേഴ്സാണ്. ഫസ്റ്റ് വൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയ ഒരു കണ്ടെയ്നറാണ്, രണ്ടാമത്തത് വലിയ ഒരു കണ്ടെയ്നറാണ്. സോ ഫസ്റ്റ് കണ്ടെയ്നറിലേക്ക് നോക്കുക. ഒരു ഗ്യാസിൻ്റെ 5 മോളിക്യൂൾസ് അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ കൃത്യമായി നോക്കുകയാണെങ്കിൽ, എണ്ണി നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ദർ ആർ 5 മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ഇൻ ദാറ്റ് കണ്ടെയ്നർ. അവരുടെ വോളിയം വളരെ ചെറുതായിരിക്കും, കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ചെറിയ പാത്രം ആയതുകൊണ്ട് അവർ വളരെ ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. ഇതേ ഗ്യാസിനെ തന്നെ നമ്മൾ ആ വലിയ കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. വെൻ വി ട്രാൻസ്ഫർ ദ സെയിം എമൗണ്ട് ഓഫ് ഗ്യാസ് ടു ദ ബിഗർ കണ്ടെയ്നർ, അപ്പോൾ അവർക്ക് നിൽക്കാൻ കൂടുതൽ സ്ഥലം കിട്ടുകയും കൂടുതൽ ഫ്രീഡം കിട്ടുന്നതുകൊണ്ട് ദേ വിൽ എക്സ്പാൻഡ്. നമുക്കറിയാം ഗ്യാസിനൊരു ഡെഫിനിറ്റ് വോളിയം ഇല്ല എന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നത് കൊണ്ട് അവർ കൂടുതൽ സ്പേസിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നു. സോ സെയിം 5 മോളിക്യൂൾസ് തന്നെ രണ്ടാമത്തെ കണ്ടെയ്നറിലുള്ളൂ, പക്ഷേ അവയുടെ വോളിയം ഇപ്പോൾ കൂടിയതായിട്ട് കാണാൻ പറ്റും. സോ വി ക്യാൻ സീ ദാറ്റ് ഗ്യാസസ് ഡസ് നോട്ട് ഹാവ് എ ഫിക്സഡ് വോളിയം. അവർ ഏത് പാത്രത്തിലാണോ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്, ഏത് കണ്ടെയ്നറിലാണോ അവരെ അടച്ചിരിക്കുന്നത്, അതിൻ്റെ വോളിയത്തിലേക്ക് മാറാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്, ഗ്യാസസിനുണ്ട്. സോ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് സെൽഫ്. ഏത് കണ്ടെയ്നറിലാണോ ഗ്യാസിനെ അടച്ചിരിക്കുന്നത്, ആ കണ്ടെയ്നറിൻ്റെ വോളിയം തന്നെയായിരിക്കും ഗ്യാസിൻ്റെ വോളിയം. സോ ഗ്യാസസ് ഡസ് നോട്ട് ഹാവ് എ ഫിക്സഡ് വോളിയം ആൻഡ് ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് സെൽഫ്. Now let's see what is the pressure of a gas. So ഗ്യാസസിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ കണ്ടല്ലോ. ഇനി let's see what do we mean when we say the pressure of a gas. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ ഗ്യാസിൻ്റെ പ്രഷറിനെ കുറിച്ചൊക്കെ.
അപ്പോൾ നോക്കാം എന്താണ് ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് സീ ദ പിക്ചർ. താഴെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. ആ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് പിക്ചറിലേക്ക് നോക്കുക. ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് ഗ്യാസ് അടച്ചു വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പിസ്റ്റൺ ബ്ലാക്ക് കളർ ഇങ്ങ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് വെറുതെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്രയുണ്ട്? 12 നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ. 12 മോളിക്യൂൾസ് ഉണ്ട്. അവരെ കാണിച്ചിരിക്കുന്നുണ്ട് എന്താണ്, ദേ ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ എന്ന് ആനിമേറ്റഡ് പോലെയാണ് ആ പിക്ചർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഒരു വലിയ കണ്ടെയ്നറിനകത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. വെൻ വി പ്രസ് ദ പിസ്റ്റൺ, നമ്മൾ ആ പിസ്റ്റൻ്റെ മുകളിൽ അമർത്തുകയാണെങ്കിൽ പിസ്റ്റൺ താഴോട്ട് വരുമല്ലോ. പിസ്റ്റൺ താഴോട്ട് വരുന്ന സമയത്ത് ഗ്യാസസിൻ്റെ വോളിയം ഒബ്വിയസ്ലി ഡിക്രീസ് ആവും, കാരണം നമ്മൾ അതിനെ അമർത്തുകയല്ലേ. അപ്പോൾ സെക്കൻഡ് പിക്ചറിലേക്ക് നോക്കുക. പിസ്റ്റൺ താഴോട്ട് അമർത്തുന്നതനുസരിച്ചിട്ട് ഗ്യാസ് മോളിക്യൂൾസ് വളരെ അടുത്ത് വരികയും അവരുടെ വോളിയം വളരെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 12 മോളിക്യൂൾസ് തന്നെ അപ്പുറത്തെ ജാറിലും ഉണ്ട്. ഇത് രണ്ടും ഒരേ ജാറാണ്. പ്രഷർ അപ്ലൈ ചെയ്തപ്പോഴും മോളിക്യൂൾസിന് മാറ്റമൊന്നുമില്ല, പക്ഷേ അവർ വളരെ അടുത്ത് വരികയാണ് ചെയ്തത്. സോ ലെറ്റ്സ് കൺസിഡർ ദ കൊളീഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് ഓൾറെഡി പരസ്പരം കൂട്ടിയിടിക്കുമെന്ന് പറഞ്ഞല്ലോ. അടുത്ത് വരുന്ന സമയത്ത് ഇവരുടെ കൊളിഷൻ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? യെസ്, ഒബ്വിയസ്ലി അവരുടെ കൊളിഷൻസ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. കാരണം അടുത്ത് വരുന്നത് കൊണ്ട് അവരെങ്ങോട്ട് തിരിഞ്ഞാലും തൊട്ടടുത്ത് ഒരു മോളിക്യൂൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കൂട്ടിയിടിക്കുന്നു. ഇതേപോലെ ദേ വിൽ ഓൾസോ കൊളൈഡ് വിത്ത് ദ വോൾസ് ഓഫ് ദ കണ്ടെയ്നർ. കണ്ടെയ്നറിൻ്റെ വോൾസിലും അവർ കൂട്ടിയിടിക്കും. ഇപ്പോൾ പ്രഷർ കൂട്ടിയത് കൊണ്ട് വോളിയം കുറഞ്ഞതുകൊണ്ട് കണ്ടെയ്നറിൻ്റെ വോൾസിൽ ഇവർ കൂട്ടിയിടിക്കുന്ന റേറ്റും എന്ത് ചെയ്യും? വളരെ ഇൻക്രീസ് ആവും. അപ്പോൾ നേരത്തെ ചെയ്ത ഫസ്റ്റ് ബീക്കറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡ് ബീക്കറിൽ പ്രഷർ കൂടുതലാണോ കുറവാണോ? അതെ, നമ്മൾ പ്രസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രഷർ കൊടുക്കുക എന്നാൽ പ്രഷറിൻ്റെ ഷോർട്ട് ഫോമാണ് പ്രസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ബീക്കറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡ് പ്രഷർ ഉപയോഗിച്ച് വോളിയം കുറച്ച ആ ബീക്കറിൻ്റെ അകത്ത് എന്താണ്, ആ ഗ്യാസസിൻ്റെ പ്രഷർ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ വാട്ട് ഈസ് പ്രഷർ? എന്താണ് പ്രഷർ എന്ന് പറയുന്നത്? രണ്ടാമത്തെ കണ്ടെയ്നറിൽ കൂടുതൽ കൊളിഷൻസ് നടക്കുകയും അപ്പോൾ വാൾസ് ഓഫ് ദ കണ്ടെയ്നറിൽ ആ ഗ്യാസ് മോളിക്യൂൾസ് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയും ചെയ്യുമല്ലോ. ദിസ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ ഓഫ് എ ഗ്യാസ്. സോ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ. ഒരു ഇക്വേഷൻ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ ഫോഴ്സ് അപ്ലൈഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. സോ പ്രഷർ ഓഫ് എ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറിൻ്റെ വാൾസിൽ ഒരു യൂണിറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഗ്യാസ് മോളിക്യൂൾസ് കൊളിഷൻ കാരണം എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് പ്രഷർ ഓഫ് എ ഗ്യാസ്. ഇൻ അതർ വേർഡ്സ്, ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഈസ് കോൾഡ് പ്രഷർ ഓഫ് എ ഗ്യാസ്. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ മെയിനായിട്ടുള്ള 2 പാരാമീറ്റേഴ്സ് കണ്ടു. ഫസ്റ്റ് വൺ വോളിയം ഓഫ് എ ഗ്യാസ്, സെക്കൻഡ് വൺ പ്രഷർ ഓഫ് എ ഗ്യാസ്. ഇനി നമുക്ക് നോക്കാം വിച്ച് ഈസ് ദ തേർഡ് പാരാമീറ്റർ, ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്. In the picture we can see few molecules of gas taken in a container. ഒരു കണ്ടെയ്നറിൽ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് എടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മുൻപത്തെ സെഷനിൽ പഠിച്ച പോലെ we know that they will not be in a state of rest. അവരൊരിക്കലും അനങ്ങാതെ റെസ്റ്റിലായിരിക്കില്ല. they will be in a state of continuous rapid random motion. അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റാപ്പിഡ് റാൻഡം മോഷനിലായിരിക്കും എന്നറിയാം. പക്ഷേ നമ്മൾ ഈ കണ്ടെയ്നർ ഒന്ന് ചൂടാക്കുകയാണ് എന്ന് വിചാരിക്കുക. വെൻ വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടെയ്നർ, ഇവരുടെ കൊളിഷൻ്റെ സ്പീഡ് കൂടുമോ കുറയുമോ? യെസ്, ഒബ്വിയസ്ലി എന്താണ്, അവരുടെ ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറഞ്ഞാൽ എനർജി കൂടുക എന്നാണ് അർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കുമോ, ഒരാൾ ഓടുന്ന സമയത്ത് അയാളുടെ എനർജി പെട്ടെന്ന് കൂടുകയാണെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ ഓടാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കാര്യവും. അവരുടെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എനർജി കൂടുകയും എനർജി കൂടുന്ന സമയത്ത് അവർക്ക്
പെട്ടെന്ന് അവരുടെ സ്പീഡ് അല്ലെങ്കിൽ അവരുടെ കൊളിഷനോ അല്ലെങ്കിൽ അവരുടെ റാൻഡം മോഷൻ ഒക്കെ ഇൻക്രീസ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഏത് എനർജിയാണ് അവിടെ ഇൻക്രീസ് ആവുന്നത്? നമ്മൾ 2 ടൈപ്പ് ഓഫ് എനർജികളെ കുറിച്ച് 9th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഇതിൽ ഈ സമയത്ത് ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ്റെ സമയത്ത് ഒരു ഒബ്ജക്റ്റിനുണ്ടാവുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജിയാണോ കൈനറ്റിക് എനർജിയാണോ? യെസ്, കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഏത് എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക? ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ ഈ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്. ഓരോ മോളിക്യൂളിനും എത്ര കൈനറ്റിക് എനർജി ഉണ്ട് എന്ന് നോക്കണമെങ്കിൽ എല്ലാ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടാൽ പോരെ? സോ ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഈസ് നത്തിങ് ബട്ട് ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ്. ഒരു ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അതിലെ മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ വാട്ട് ഓൾ ഹാവ് വി ലേൺഡ് ഇൻ ടുഡേയ്സ് ക്ലാസ്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു ഫസ്റ്റ് ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് അല്ലേ? അറൗണ്ട് 5 പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് നമ്മൾ കണ്ടു. 5 or 6 പ്രോപ്പർട്ടീസ് കണ്ടു കഴിഞ്ഞു അല്ലേ? ഗ്യാസ് മോളിക്യൂൾസ് വളരെ ചെറുതാണ് എന്നും ദേ ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ എന്നും അപ്പോൾ ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ദ പ്രഷർ ഓഫ് എ ഗ്യാസ് എന്നും ഇലാസ്റ്റിക് കൊളിഷൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടു സെർട്ടൈൻ പാരാമീറ്റേഴ്സ് റിഗാർഡിംഗ് ദ ഗ്യാസസ് വിച്ച് ആർ വോളിയം ഓഫ് എ ഗ്യാസ്, pressure of a gas and temperature of a gas. So from this class itself take notes, or by referring the textbook you can also make notes. Okay, so ഗ്യാസ് ലോസ് എന്നതാണ് നമ്മുടെ ചാപ്റ്ററിന് പേരെങ്കിലും നമ്മൾ ഇതുവരെ ഗ്യാസ് ലോസിലേക്ക് എത്തിയിട്ടില്ല. ഗ്യാസ് ലോസ് എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഗ്യാസുകളുടെ പ്രോപ്പർട്ടിയും പാരാമീറ്റേഴ്സും മാത്രമേ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ സീ വിച്ച് ആർ ദ ഗ്യാസ് ലോസ്. Okay, thank you and see you in the next class.